ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 58ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ച് രണ്ടാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രണ്ടാമത്തെ ഖണ്ഡികയിൽ അമ്മത്രേസ്യ നമ്മുടെ ജീവിതം നിരന്തരമായൊരു പോരാട്ടമാണ്. ഒരു സ്വസ്ഥതയുമില്ലാത്ത പോലെ ശത്രുക്കൾ എപ്പോഴും നമ്മുടെ ഭവനത്തിന് ചുറ്റും പതിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതൊരു ദൗർഭാഗ്യ അവസ്ഥ തന്നെയാണ് എന്ന് ഒരു വശം അമ്മത്രേ സൂചിപ്പിച്ചല്ലോ. ബലം കുറഞ്ഞ ഭാഗം ഏതാണ് കോട്ടയുടേത് എന്ന് നോക്കിയിട്ട് അവിടെ തകർത്ത് കയറാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾ ചുറ്റുമുള്ളത്. ആഭ്യന്തര കർമ്മത്തിന് ചുറ്റും ദുഷ്ടജന്തുക്കളും ക്ഷുദ്രജീവികളും സർപ്പങ്ങളും എല്ലാമാണെന്നുള്ളത് അമ്മത്രേസ്യ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അവയ്ക്ക് കർമ്മത്തിനകത്തേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അതിൻ്റെ 7ാം സദനത്തിൽ ഒട്ടും കയറാൻ പറ്റുകയില്ല. പക്ഷേ അതുവരെയുള്ള സദനങ്ങളിൽ അത് പല രീതിയിൽ കടന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ചും 1, 2, 3 ഒക്കെ സദനങ്ങളിൽ അവിടെ സാന്നിധ്യം അല്ലാതെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അമ്മത്രേസ്യ പറഞ്ഞത് എത്രയോ ദുർഭഗമായൊരവസ്ഥയാണ് നമ്മുടേത്. ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മത്രേസ്യ ഇവിടെ ഈ ഒരു ദൗർഭാഗ്യ അവസ്ഥയെക്കുറിച്ച് ഉള്ള കുറച്ച് പങ്കുവെക്കൽ അല്പം വ്യക്തിപരമായ അനുഭവത്തിലൂടെ നോക്കിക്കൊണ്ട് അമ്മത്രേസ്യ നൽകുകയാണ്. തുറന്നുള്ള വാക്യങ്ങളിൽ അമ്മത്രേസ്യ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ കർത്താവേ, എൻ്റെ സർവസ്വമേ, ഇത്ര ദുർഭഗമായൊരു ജീവിതം ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് അങ്ങ് തിരുമനസ്സാകുന്നത് എന്താണ്? ഇത് ജീവിക്കാൻ ഒരു സുഖവും ഇല്ലല്ലോ. എന്തൊരു കഷ്ടപ്പാടാണിത്. ഞങ്ങൾ ഈ ജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എങ്ങനെ അങ്ങേക്ക് പറയാൻ പറ്റും എന്ന് അമ്മത്രേസ്യ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്വാതന്ത്ര്യമെടുത്ത് പറയുകയാണ്. അമ്മത്രേസ്യ മറ്റൊരവസരത്തിൽ പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിലിപ്പം വരികയാണ്. പോരാട്ടത്തിൻ്റെ വലിയ രൂക്ഷമായ ഞെരുക്കത്തിൻ്റെ അവസരത്തിൽ ഈശോയുടെ സാന്നിധ്യ സഹായമൊന്നും കിട്ടാതെ അമ്മത്രേസ്യ വിഷമിച്ചു. അതെല്ലാം കഴിഞ്ഞ് വീണു പോകാതെ പിടിച്ചു നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈശോയുടെ സാന്നിധ്യം കിട്ടി. അപ്പോൾ ഈശോയോട് അമ്മത്രേസ്യ ചോദിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, അത്ര ഞാൻ സ്നേഹിക്കുന്നവർ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. അപ്പോൾ അമ്മത്രേസ്യ ഒരു മറുപടി പറഞ്ഞു, ചുമ്മാതെയല്ല, നിനക്ക് സ്നേഹിതർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുന്നത്, കുറച്ച് മാത്രമേ ഉണ്ട് എന്നുള്ള വാസ്തവം, ചുമ്മാതെയൊന്നുമല്ല എന്ന് അമ്മത്രേസ്യ പറയുകയുണ്ടായി. അതിൻ്റെ ഒരു വശമാണ് ഇവിടെ അമ്മത്രേസ്യ പങ്കുവെക്കുന്നത്. എൻ്റെ ദൈവമേ, ഇത്ര ദുർഭഗമായ ഒരു ജീവിതം ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് അങ്ങ് തിരുവുള്ളമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങേക്ക് വേണ്ടി അതിനെ ബലി കഴിക്കാമെന്നും അങ്ങേ ശുശ്രൂഷയ്ക്ക് അതിനെ ചെലവഴിക്കാമെന്നുമുള്ള ഞങ്ങളുടെ പ്രതീക്ഷയും സർവോപരി സമസ്തവും അങ്ങ് തിരുമനസ്സാണെന്ന ബോധ്യവും നിമിത്തം അല്ലാതെ ഇതൊന്ന് അവസാനിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കാതിരിക്കാനും ആവലാതി പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ആവലാതി പറഞ്ഞു പോവുകയാണ് അമ്മത്രേസ്യ. അതുപോലത്തെ സഹനവും ഞെരുക്കമാണ്. ഈശോ തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു പരാതിയുടെ പ്രാർത്ഥന സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അത് നിരാശയല്ല, വെറുപ്പല്ല, കുറ്റപ്പെടുത്തലല്ല പിതാവിന്. എങ്കിൽ പോലും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വിലപിക്കുന്നുണ്ട്. ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിപ്പോകുന്നു. അതുപോലത്തെ കഷ്ടപ്പാടാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, വല്ലാണ്ട് ഞെരുക്കം വന്നൊരു അവസരത്തിൽ ചത്ത് കളഞ്ഞാലോ എന്ന് പോലും ചിന്ത വന്നു എന്ന് എപ്രാസ്യ അവരുടെ എഴുതുന്നുണ്ട്, കത്തിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചു ത്രേസ്യായും രോഗം ബാധിച്ച് 1.5 വർഷക്കാലം ശോകര ഛർദ്ദിച്ച് ക്ഷയം പിടിച്ച് വല്ലാത്ത വേദനയുമായിട്ട് കഴിയുമ്പോൾ നവമാലിക്കത്ത് കൊച്ചു ത്രേസ്യ എഴുതുന്നുണ്ട്, വിശ്വാസം എന്ന് ഒന്ന് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തു പോയേനെ എന്ന്. അതുപോലെ സഹനം, രോഗം, ഒരു തീരുമാനമില്ല, തീർച്ചയില്ല, ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. രോഗത്തിന് ശമനമില്ല, ആശ്വാസമില്ല, ഉറങ്ങത്തില്ല, ഭക്ഷിക്കത്തില്ല, ഏറ്റുപോകത്തില്ല, അങ്ങനെ തീരുന്നില്ലാത്ത ജീവിതം പോലെ തോന്നി, തീർന്നു കിട്ടിയാൽ മതിയാരും തോന്നിപ്പോകുന്നു. ഇങ്ങനത്തെ അനുഭവങ്ങൾ അമ്മത്രേസ്യ പങ്കുവെക്കുന്നു, ഉത്തരേസ്യ പങ്കുവെച്ചിരിക്കുന്നു. എപ്രാസ്യാമ്മ ഇത് പറയുന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈശോ പോലും കുരിശിൽ കിടക്കുമ്പോൾ ഒരു സങ്കടം പോലെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല ഞെരുക്കവും ബുദ്ധിമുട്ടും പല രീതിയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്ത വരിക എന്നുള്ളത് സ്വാഭാവികമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ ചിന്തകൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കതൊരു ആശ്വാസമാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. പക്ഷെ അതൊരു മാനുഷിക ചിന്തയാണ്. അതൊരു നിരാശയിലേക്ക് പോകാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള പ്രത്യേക രോഗത്തിൻ്റെയോ സഹനത്തിൻ്റെയോ എതിർപ്പുകളുടെ നടുവിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാട്, ആത്മീയ മേഖലയിലുള്ള ഈ പോരാട്ടത്തിൻ്റെ വശം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ദൗർഭാഗ്യാവസ്ഥ തിരിയുന്നുണ്ടെന്ന് അമ്മത്രേസ്യയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. യാഥാർത്ഥ്യം ഇതാണെങ്കിൽ എൻ്റെ ദൈവമേ,
വിശുദ്ധ തോമാശ്ലീഹ പറഞ്ഞതുപോലെ ഞങ്ങളും അങ്ങയുടെ കൂടെ മരിക്കാം, അങ്ങേ കൂടാതെ ജീവിതം ആവർത്തിച്ചാവർത്തിച്ചുള്ള മരണവും എന്നേക്കുമായി അങ്ങ് നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള നിരന്തരം ആശങ്കയും അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഈ പാപത്തിൽ ചെന്ന് വീടല്ലേ, പിശാചിൻ്റെ പോരാട്ടത്തിന് പെട്ടുപോകരുതേ, നമ്മുടെ തന്നെ ആസക്തികൾക്ക് വഴിപ്പെട്ടു പോകരുതേ, ഇങ്ങനെയുള്ള ജാഗ്രതയും ചിട്ടയും ശ്രദ്ധയും എല്ലാം വരുമ്പോഴത്തേക്കും കർത്താവിനോട് മരിക്കാൻ പോകുന്നതാണ് എളുപ്പമെന്ന് തോമാശ്ലീഹയോട് പറയാനായിട്ട് തോന്നിപ്പോകുന്നു. ആകയാൽ വത്സരപുത്രന്മാരെ, പുണ്യവാന്മാരുടെ സമ്പൂർണ്ണമായ ഭദ്രതയാണെന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കേണ്ട സൗഭാഗ്യം. സ്വർഗത്തിലെ വിശുദ്ധർക്ക് ഇനി പാപം ചെയ്യാനായിട്ട് പറ്റുകയല്ല. അവരുടെ ജീവിതം സുരക്ഷിതമായി, മരണത്തിൻ്റെ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപത്തിൻ്റെ സാധ്യതയില്ല, പോരാട്ടം തീർന്നു. അങ്ങനെയുള്ളൊരു ഭദ്രതയിലേക്ക് നമ്മളെ എത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരന്തരം തമ്പുരാൻ്റെ മുമ്പിൽ യാചിക്കണം എന്ന് അമ്മ ത്രേസ്യയോട് പറയുകയാണ്. അല്ലാത്ത പക്ഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മാത്രം സംതൃപ്തിയുള്ള ഒരാളിന് മേൽപ്പറഞ്ഞ ഉത്കണ്ഠകളുടെ ഇടയിൽ എന്ത് സന്തുഷ്ടിയാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് മാത്രമേ ചിന്തയുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള പോരാട്ടത്തിൻ്റെ വശം ചുറ്റുപാടും കിടക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുക? അമ്മ ത്രേസ്യ പറയുകയാണ്, ഇതും ഇതിനേക്കാൾ വളരെ അധികവും സഹിച്ച ശേഷം ചില പുണ്യവാന്മാർ ഘനവത്തായ പാപങ്ങൾ വീണിട്ടുമുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാം മാറ്റിവെച്ച് ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ വന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെയും വീണുപോയ അനുഭവങ്ങൾ നമുക്കൊരു പക്ഷേ വിശുദ്ധരെ നോക്കുമ്പം അങ്ങനത്തെ വീഴ്ചകളുടെ കൃത്യമായ രംഗങ്ങൾ ആദ്യം കാണാൻ പറ്റുന്നില്ലായിരിക്കാം. അത് വ്യക്തിപരമായ തലമാണല്ലോ. ബൈബിളിലേക്ക് നോക്കും, പത്രോസ് അപ്പോസ്തലൻ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ 3 വർഷം നടന്ന് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും പോലും തയ്യാറാണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പോലും ഒരു പ്രത്യേക പ്രലോഭനത്തിൻ്റെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ അറിയില്ലെന്ന് 3 പ്രാവശ്യം ആണയിട്ട് ശപിച്ച് തള്ളി പറയേണ്ട സംഭവം നമുക്കറിയാം. അത് മാത്രം ഓർത്താൽ മതി അമ്മ ത്രേസ്യയുടെ ഈ പ്രസ്താവനയുടെ സൂചന എന്തെന്ന് മനസ്സിലാക്കാനായിട്ട്. അവയിൽ നിന്ന് എഴുന്നേൽക്കാനും അവയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാനും ദൈവം നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് തീർച്ചയില്ല എന്നമ്മ ത്രേസ്യ പറയുന്നത്. നമുക്കത് ബ്രാക്കറ്റ് അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, അതായത് വിശേഷ സഹായം നൽകുമെന്ന് നമുക്ക് തീർച്ചയില്ല എന്ന് പറയുമ്പോൾ അവിടെ അമ്മ ത്രേസ്യ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അത്ര വ്യക്തമാകുന്നില്ല. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ്റെ അനുഭവം നമ്മൾ സൂചിപ്പിച്ചല്ലോ. അവിടെ പത്രോസ് അപ്പോസ്തലൻ വീഴുന്ന സാഹചര്യം വന്നപ്പോൾ അത് മുൻകൂട്ടി കണ്ട് മുന്നറിയിപ്പ് കൊടുത്ത് മാത്രമല്ല, ആ വീഴ്ചയിൽ നിന്ന് തിരിച്ച് എണീറ്റ് വരാനായിട്ട് ഈശോ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ എന്ന് ഈശോ പറയുന്നിടത്ത് ഈശോയുടെ കരുതൽ അവിടെ വ്യക്തമാണ്. അവയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് തീർച്ചയില്ല എന്ന് പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടുന്ന് ഒരിക്കലും തൻ്റെ കൃപാസഹായവും കാരുണ്യത്തിൻ്റെ കരുതലും സ്നേഹത്തോടെയുള്ള നമ്മുടെ പക്കലേക്കുള്ള അവിടുത്തെ സഹായ വാഗ്ദാനവും കൈനീട്ടിപ്പിടിച്ച് നമ്മൾ താങ്ങിപ്പിടിക്കുന്ന അനുഭവം ഒരിക്കലും ദൈവം പിൻവലിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. എത്ര പാപം അധികമുണ്ടോ അതനുസരിച്ച് അവർക്ക് കാരുണ്യം ഞാൻ കൂടുതൽ നൽകുന്നു. അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ബൈബിളിലുള്ളതും ഭവിഷ്യന വഴികളൊക്കെ നല്ല നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ് ശങ്കയുടെ വിഷയം? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചേക്കാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയില്ല എന്ന് പറയുന്നത് നമ്മൾ പാപത്തിൽ വീണ് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് കയറി വരുന്നതിന് നമ്മൾ വീഴ്ച വരുത്തുക എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ഒന്നാമത്തെ ഖണ്ഡികയിൽ അമ്മ ത്രേസ്യ എടുത്തു പറയുന്നത്. ഈ ഭദ്രതയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ ആരംഭിച്ച വഴി ഉപേക്ഷിക്കാത്ത പക്ഷം എന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാൽ പുറംതിരിഞ്ഞോടാത്ത പക്ഷം രക്ഷയുടെ പാതയിലൂടെ നടക്കുന്നത്. അയാൾക്ക് രക്ഷയിലേക്ക് എത്താനോ പറ്റുക തന്നെ. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വരാൻ എല്ലാ സാധ്യതയും ഉള്ളത്. ആ സാധ്യതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രത എടുക്കണം. ഒത്തിരി ദൈവത്തോട് ചേർന്ന് വളർന്നു വന്ന വ്യക്തികൾ പോലും, ഉന്നതന്മാരായ വ്യക്തികൾ പോലും, പത്രോസ് അപ്പോസ്തലനെ പോലുള്ളവർ പോലും പ്രതീക്ഷിക്കാതെ എല്ലാം ഭദ്രമാണെന്ന് വിചാരിച്ച അവസരത്തിൽ പോലും വീണു പോകാൻ ഇട വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. മൂന്നാമത്തെ ഖണ്ഡിക, യഥാർത്ഥത്തിൽ എൻ്റെ പുത്രിമാരെ, ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. തന്നിമിത്തം ഇതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ എഴുതണമെന്നോ ജീവിതം എപ്രകാരം തുടരണമെന്നോ പലപ്പോഴും എനിക്ക് നിശ്ചയമില്ലാതായി തീരുന്നു. ഇങ്ങനെ അമ്മ ത്രേസ്യ തന്നെപ്പറ്റി തന്നെ ഇങ്ങനെ ഒരു ഭയത്തിൻ്റെ അവസ്ഥ പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശങ്ക വരാം, അമ്മ ത്രേസ്യയുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുണ്ട്. എൻ്റെ പുത്രന്മാരെ, കർത്താവ് എന്നിന് വസിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എൻ്റേതുപോലെ ഇത്രമാത്രം ദുർവ്യയം ചെയ്തു പോയ ഒരു ജീവിതത്തിൽ എന്ത് ഭദ്രതയാണ് ഉണ്ടായിരിക്കുക? അമ്മ ത്രേസ്യയ്ക്ക് തന്നെപ്പറ്റി തന്നെയുള്ള അവബോധം ഇതാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മ അവബോധത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകരുത്. നമ്മുടെ നിസ്സാരതയില്ലായ്മയും ദയനീയ അവസ്ഥയും നമ്മളെപ്പോഴും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം.
ആ മുറിയിൽ നിന്ന് ഒരിക്കലും പുറത്ത് പോകാത്ത ഒരാളാണ് അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നമുക്കറിയാം, കൗമാരത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് ലോക രീതികളും ആർഭാടവും വേഷവിധാനങ്ങളും കൂട്ടും കമ്പനിയും ഒക്കെ ആയിട്ട് കുറച്ചങ്ങനെ പോകാനിട വന്നിട്ടുണ്ട്. പിന്നെ മടത്തി വന്നതിന് ശേഷം 10-20 വർഷക്കാലം വലിയ പ്രാർത്ഥനയും ആത്മീയതയൊന്നും ഇല്ല ജീവിക്കാനിട വന്നിട്ടുണ്ട് ഒരു മന്ദ അവസ്ഥയിൽ. അതല്ലാതെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ വലിയ വീഴ്ചയും പോരായ്മയും ഒന്നുമില്ല. പക്ഷെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ നാളുകളെക്കുറിച്ചും വെറുതെ ആക്കി കളഞ്ഞ കൃപയെക്കുറിച്ചുമുള്ള നൊമ്പരം അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെപ്പറ്റി തന്നെ അമ്മ ത്രേസ്യ പറയുന്നത്, ഞാൻ ഒരുപാട് പാപം ചെയ്തൊരു വ്യക്തിയാണ്. ഇത് യഥാർത്ഥത്തിൽ അമ്മ ത്രേസ്യയുടെ വിശുദ്ധിയെ തന്നെയാണ് തെളിയിക്കുന്നത്. യഥാർത്ഥ വിശുദ്ധിയുള്ളവർ ആഴമായ എളിമയുള്ളവരായിരിക്കും. അതാണല്ലോ സ്വയം അവബോധം, എളിമയുടെ മുറി. അതിൽ അമ്മ ത്രേസ്യ നിൽക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന റോമ 7 എഴുതുന്ന, ഞാൻ പാപത്തിന് അടിമയായി വിളിക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നന്മ, പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയല്ല വെറുക്കും തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. എത്ര ദുർഭകനായ മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പേരിൽ തന്നെ എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ടൊരു വ്യക്തിയാണ്. ദർശനങ്ങളുടെ വെളിപാടുകളുടെ ആധിക്യം നിമിത്തം അഹങ്കരിക്കാതിരിക്കാൻ സാത്താൻ്റെ മുള്ള് ദൈവം അനുവദിച്ചിരിക്കുന്നു. അത് മാറ്റാനായിട്ട് ഈശോ തയ്യാറാകുന്നില്ല. കൃപ മതി എന്ന് പറയുന്ന സംഭവത്തിലും എന്തുമാത്രം വെളിപാട് ദർശനങ്ങൾ, സ്വർഗത്തിന് 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട അനുഭവം, അങ്ങനെ ആത്മീയതയുടെ വലിയ നിറവിൽ വീണ്ടും നമ്മൾ വായിക്കുന്നതിന് പൗലോസ് അപ്പോസ്തലന്റെ അംഗവസ്ത്രങ്ങൾ പോലും കൈത്തുവാല പോലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി രോഗികളെ സ്പർശിക്കുമ്പോൾ രോഗം മാറിയിരുന്നു. പിശാചുക്കളുടെ പക്കൽ ചെല്ലുമ്പോൾ പിശാചുക്കൾ ഇട്ടിട്ട് ഓടിയിരുന്നു. അതുപോലെയുള്ള അഭിഷേകം നിറഞ്ഞ വ്യക്തി തന്നെപ്പറ്റി തന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ പാപത്തിന് അടിമ വിൽക്കപ്പെട്ട ജഡികനാണെന്നുള്ളതാണ്. തിമോത്തിക്കുള്ള ലേഖനത്തിലും 1-ാം ലേഖനം 1-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിലെ പാപികൾ ഒന്നാമനാണ്. ആ വാക്കുകളുടെയൊക്കെ പങ്കുവെക്കേണ്ട അർത്ഥം അവരുടെ വിശുദ്ധിയുടെ ഔന്നത്യത്തെ അവർ അറിയാതെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ അമ്മ ത്രേസ്യയുടെ കാര്യത്തിലൂടെ സംഭവിക്കുന്നത്. അമ്മ ത്രേസ്യ ഇതുപോലെ തന്നെപ്പറ്റി തന്നെ നിസ്സാരയായിട്ട്, ഞാൻ പാപിനിയാണ്, ഒത്തിരി ജീവൻ നഷ്ടപ്പെടുത്തിയ ആളാണ്, എനിക്ക് ഭയം തോന്നുന്നൊക്കെ പറയുമ്പോൾ, മറുവശത്ത് നമുക്കറിയാം അമ്മ ത്രേസ്യ മരിച്ചു കഴിഞ്ഞ് അമ്മ ത്രേസ്യയുടെ ശരീരം അഴിയാതെ ഇരുന്നു വർഷങ്ങളോളം. ഒരു ഇപ്പം തന്നെ അഴിയാതിരിക്കുന്നു. അമ്മ ത്രേസ്യയുടെ കുഴിമാടം തുറന്ന് ഈ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞപ്പം അമ്മ ത്രേസ്യയുടെ കൈകളും കൈവിരലും കാലും അല്ലെങ്കിൽ അങ്ങനെ കണ്ണും, ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അസ്ഥികളും എല്ലാം എന്തുമാത്രം സ്ഥലങ്ങളിലേക്കാണ് ആർത്തിയോടെ അന്നുണ്ടായ ആൾക്കാർ മുറിച്ചെടുത്ത് പങ്കുവെച്ച് കൊണ്ടുപോയ തിരുശേഷിപ്പുകളായിട്ട്. അത്ര വലിയ വിശുദ്ധിയായിരുന്നു അമ്മ ത്രേസ്യ. ശരീരം അഴുകാതിരിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു അടയാളമായിട്ട്, ആ വിശുദ്ധിയുടെ അടയാളമായിട്ട്. അങ്ങനെയുള്ള അമ്മ ത്രേസ്യ ആ വിശുദ്ധിയിൽ യഥാർത്ഥത്തിൽ ആയിരുന്നു എന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള എളിമയോട് തന്നെപ്പറ്റി തന്നെ പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പം ഇച്ചിരിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കൃപ കിട്ടി, ശീലം കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കൃപാവരങ്ങൾ നമ്മിലൂടെ പ്രകടമാകുന്നു, ഇത്രയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മളെപ്പറ്റി എന്തൊരു അഹങ്കാര ചിന്തയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, ഞാൻ നവീകരണത്തിൽ വന്നയാളാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, അങ്ങനെയുള്ള എന്തെല്ലാം തലക്കനമാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത്. എത്രയോ വലിയ അപകടമാണ്. നമ്മൾ യഥാർത്ഥ വിശുദ്ധിയുടെ ആത്മീയ വളർച്ചയുടെയും അതിന് എത്രയോ ദൂരെ കൂടെ വഴിതെറ്റിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മനോഭാവം നമ്മളെ സഹായിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയപരിസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.